ഇത് കോമൺ ആയിട്ട് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് വണ്ണം കൂടുതലാന്ന് പറയുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റെപ്പ് കയറുമ്പോൾ അവർക്ക് കിതപ്പ് വരിക. ഞാൻ എത്ര ജിമ്മിൽ പോയിട്ടും ഞാൻ എത്ര ഡയറ്റ് നോക്കിയിട്ടും എൻ്റെ വണ്ണം കുറയുന്നില്ല ഡോക്ടറെ. നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാതെയാണ് നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നെങ്കിൽ വിപരീതമായിരിക്കും ഫലം. 20s എബോവ് 30s എബോവ് ഒക്കെ പറയും. അപ്പം നമുക്കതൊന്നും ബാധകമല്ലേ? അവരുടെ പ്രസവാനന്തരം അവർക്ക് ഒത്തിരി സിവിയർ ആയിട്ടുള്ള ബ്ലഡ് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വിമൻസ് ഹെൽത്തിനെ പറ്റിയാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ വിമൻസ് എബവ് 40, വിമൻസ് എബവ് 50, മെനോപോസ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെറുപ്പക്കാരി ആയിട്ടുള്ള പെൺകുട്ടികൾ എൻ്റെ അടുത്ത് ടീനേജ് സെഷൻ ആയിക്കോട്ടെ 20s എബവ് 30s എബവ് ഒക്കെ പറയും. അപ്പം നമുക്കതൊന്നും ബാധകമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ജനറൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എസ്പെഷ്യലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ലോസ് സംഭവിക്കാത്ത ലേഡീസ്, അതായത് ഒത്തിരി പേരുടെ കൺസേൺ ആണ് ഞാൻ എത്ര ജിമ്മിൽ പോയിട്ടും ഞാൻ എത്ര ഡയറ്റ് നോക്കിയിട്ടും എൻ്റെ വണ്ണം കുറയുന്നില്ല ഡോക്ടറെ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും എത്ര നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടും നമുക്ക് എത്ര ഡയറ്റ് നോക്കിയിട്ടും സാധിക്കുന്നില്ലെങ്കിൽ ദർ ഇസ് എ ഹിഡൻ ഇഷ്യൂ. അതായത് നമുക്കത് ബ്ലഡ് ടെസ്റ്റുകളിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെൽത്ത് കൺസേൺ നിങ്ങൾക്കുണ്ടോ എന്ന് നമ്മൾ അറിയണം. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് വിദ്യാ ബാലൻ്റെ വെയിറ്റ് ലോസിൻ്റെ പിന്നിലുള്ള കാരണത്തിൻ്റെ സയൻറ്റിഫിക് റീസൺസ്. അതായത് അവരുടെ ഉള്ളിലുള്ള ഇൻഫ്ലമേഷൻ ആയിരുന്നു. അതായത് അവരുടെ ശരീരത്തിൻ്റെ നീർക്കെട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് അതിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് വലിയൊരു വർക്കൗട്ട് ചെയ്യാതെ തന്നെ ഡയറ്റിലൂടെ മാത്രം സാധിച്ചു. അതുപോലെ തന്നെ നടൻ മാധവൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അതായത് ആള് ശരിക്കും ഡയറ്റിലൂടെ മാത്രമാണ്, ഒരു എക്സസൈസും ചെയ്യാതെ ആൾക്ക് വെയിറ്റ് റിഡക്ഷൻ സാധിച്ചു. അപ്പോൾ ഒരു ആണ് പെണ്ണ് വകഭേദം ഇല്ലാതെ തന്നെ നമ്മുടെ നീർക്കെട്ട് എന്ന് പറയുന്ന എല്ലാവരെയും ബാധിക്കാവുന്ന ഒന്നാണ്. പക്ഷേ പെൺകുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ എന്തുകൊണ്ട് ഇൻഫ്ലമേഷൻ കൂടുതൽ വരുന്നു എന്നുള്ളതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും പഠിച്ച കാര്യങ്ങളല്ല നമ്മളുടെ ക്ലിനിക്കിൽ എക്സ്പീരിയൻസിൽ വരുന്നത്, അത് വേറൊരു തന്നെ ഒരു കാര്യമാണ്. ഞാൻ ഈ ജനുവരി, അതായത് ജനുവരി എന്ന് പറയാൻ പറ്റില്ല, ഒരു നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിലുള്ള എൻ്റെ കൺസൾട്ടേഷനിൽ കണ്ട ഒരു കാര്യം, നമുക്ക് ഒത്തിരി ലേഡീസ് അവർക്ക് വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞവരിൽ ഞാൻ അവരുടെ ഹോർമോൺസ് ടെസ്റ്റ് ചെയ്തു. അതായത് ഹോർമോണൽ എസ്എ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ, ടെസ്റ്റോസ്റ്ററോൺ, ഇതാണ് ഞാൻ പ്രധാനമായിട്ട്. പിന്നെ അവർക്ക് ഫെർട്ടിലിറ്റിയുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് FSH, LH ഒക്കെ ഞാൻ യൂഷ്വലി ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുള്ളൂ. രണ്ടാമത്തെ കാര്യം തൈറോയിഡിൻ്റെ പ്രൊഫൈൽ. ഇത് കോമൺ ആയിട്ട് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് വണ്ണം കൂടുതലാന്ന് പറയുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ അവരോട് ഇത് രണ്ടിലും അവരെല്ലാം നോർമലാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മുമ്പിൽ ഇതെല്ലാം കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണ് അയൺ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അയൺ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഫെറിറ്റിൻ എന്ന് പറയുന്ന, അതായത് സ്റ്റോർഡ് അയൺ, ഇവർക്ക് ഹീമോഗ്ലോബിൻ നോക്കുമ്പോൾ ഇവർക്ക് 12, 13 ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലേഡീസിന് 14 എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഹീമോഗ്ലോബിൻ ലെവലാണ്. ഇവർക്ക് 12, 13 ലെവല് ഹീമോഗ്ലോബിൻ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ബ്ലഡിൽ യാതൊരു കുഴപ്പമില്ലാന്ന് ഇവർ തന്നെ കൺഫേം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അയൺ പ്രൊഫൈൽ നോക്കിയപ്പോൾ സ്റ്റോറേജ് ഓഫ് അയൺ ഫോമാണ് ഫെറിറ്റിൻ എന്ന് പറയുന്നത്. ഇത് പുരുഷന്മാരിലുണ്ട്, നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഒരു പെൺകുട്ടിക്ക് മാസത്തിൽ പീരീഡ്സ് വരുന്നത് കൊണ്ട് ഈ അയണിൻ്റെ സ്റ്റോറേജ് ആണ് അവിടെ ഡിമിനിഷ് ആവുന്നത്. അത് അവരറിയില്ല. എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി വളരെ കൺസേൺഡ് ആവുകയും അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്തത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 1 വർഷം എടുത്തു എനിക്കിതിനെ ഒന്ന് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ആസിഡ് റിഫ്ലക്സ് വന്നിട്ടുണ്ട്, GERD എന്ന് പറയുന്നത് ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസോർഡർ. വയറിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഫെറിറ്റിൻ ലെവല് താഴ്ന്നു പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പം എനിക്ക് വളരെ അതിരൂക്ഷമായ ഹെയർ ഫോൾ, അതായത് നിങ്ങൾക്ക് എൻ്റെ ഒരു 4 വർഷം മുമ്പുള്ള എൻ്റെ യൂട്യൂബിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്ര നല്ല തലമുടിയായിരുന്നു എൻ്റെ. അപ്പം നല്ല തിളക്കമുള്ള കുവൈറ്റിലുണ്ടായിരുന്ന സമയത്ത് നല്ല ഇത്രയും നീളമുള്ള മുടിയും നല്ല ഇതായിരുന്നു. ഇത് നിങ്ങൾക്ക് 2021, 22 ആകുമ്പോഴത്തേക്ക് എൻ്റെ മുടിയുടെ വ്യത്യാസം നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ഫെറിറ്റിൻ ലെവൽ കുറഞ്ഞു പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. ഈ ഫെറിറ്റിൻ്റെ ഡെഫിഷ്യൻസി ആയിരുന്നു എൻ്റെ മുടിയുടെ
ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ അനാരോഗ്യത്തിൻ്റെ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ഫെറിറ്റിൻ ലെവലിനെ ഞാൻ ടാക്കിൾ ചെയ്ത്, അതായത് നല്ല രീതിയിലുള്ള ബീറ്റ്റൂട്ട്, പോമഗ്രാനേറ്റ്, അതുപോലെ തന്നെ ആക്ച്വലി പറയുവാണെങ്കിൽ ഞാൻ ബീഫ് കഴിച്ചിട്ടാണ് ആക്ച്വലി എനിക്ക് എൻ്റെ ഫെറിറ്റിൻ ലെവലിനെ എനിക്ക് ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു യോഗിയായ ആൾക്കാർ ബീഫ് പറയുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും ബീഫ് ആക്ച്വലി പെട്ടെന്ന് തന്നെ നമ്മുടെ അയൺ റിസോഴ്സ് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സ്റ്റോറേജ് പെട്ടെന്ന് വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ബീഫ്. പക്ഷെ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് മുരിങ്ങയില, അതുപോലെ തന്നെ പരിപ്പ് മുരിങ്ങയിലയും കൂടെ തമ്മിലുള്ള കോമ്പിനേഷൻ, ഇപ്പം അയണും ഉണ്ട് പ്രോട്ടീനും ഉണ്ട്, അത് രണ്ടുമായിട്ടുള്ള കോമ്പിനേഷൻസ്, അതുപോലെ ബീറ്റ്റൂട്ട് എല്ലാ ദിവസവും, അതുപോലെ തന്നെ പോമഗ്രാനേറ്റ്, അതുപോലെ എള്ള്, ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും നിങ്ങൾക്ക് അയൺ നന്നായിട്ട് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു കാര്യം. നമുക്ക് രണ്ടാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേഷൻ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. അപ്പം നമ്മളുടെ പല പെൺകുട്ടികളാവട്ടെ, അതുപോലെ 20s എബോ 30s എബോ ഒക്കെ ഒരു പ്രസവം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ അവർക്ക് വണ്ണം കൂടുമ്പോൾ അവർ ജിമ്മിൽ പോയിട്ട് പെട്ടെന്ന് ട്രെയിൻഡ് ആവാനായിട്ട് നോക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ പ്രസവാനന്തരം അവർക്ക് ഒത്തിരി സിവിയർ ആയിട്ടുള്ള ബ്ലഡ് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മാസമുറയിലുള്ള ബ്ലീഡിങ് അവർക്ക് ഹെവി ആണെങ്കിൽ ഒക്കെ അവരുടെ ഫെറിറ്റിൻ, അതായത് അവർക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഭയങ്കര തിന്നാവുക, അവർക്ക് ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ട്, അവർ സ്റ്റെപ്പ് കയറുമ്പോൾ അവർക്ക് കിതപ്പ് വരിക, ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഫെറിറ്റിൻ്റെ ഡെഫിഷ്യൻസി അവിടെ നല്ലപോലെ ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ ജിമ്മിൽ പോയി കഴിയുമ്പോൾ എൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ന്യൂ ഇയർ തൊട്ട് വന്നിരിക്കുന്ന മിക്ക ലേഡീസും പറയുന്നത്, ഞാൻ ജിമ്മിൽ പോയിട്ട് എനിക്ക് വെയിറ്റ് കൂടുവാണ്, വെയിറ്റ് കുറയാൻ വേണ്ടി പോയ ഞാൻ 56 കിലോ ഉണ്ടായിരുന്ന ഞാനിപ്പോൾ 62 കിലോയായി. അത് ജിമ്മിന് പോയതിന് ശേഷമൊന്നുമല്ല. അത് ജിമ്മല്ല അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. അവർ എക്സസൈസ് ഹെവി ആയിട്ടുള്ള കാർഡിയോയും അതുപോലെ സ്ട്രെങ്തനിങ് ചെയ്തപ്പോൾ അവരുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂടിയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അവരുടെ ശരിക്കുള്ള കാരണം അവരുടെ ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ഫെറിറ്റിൻ ഡെഫിഷ്യൻസി ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ. ഇത് നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, നിങ്ങൾ ഫെറിറ്റിൻ ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ലാബ് ടെസ്റ്റിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നല്ല നീളത്തിൽ ഒരു 2-3 ലൈനിൽ ഫെറിറ്റിൻ്റെ ഉപയോഗത്തിനെ പറ്റി, ഫെറിറ്റിൻ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് യൂസ്ഫുൾ ആവുന്നതെന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫെറിറ്റിൻ ക്യാൻ കോസ്, ലോ ഫെറിറ്റിൻ ലെവൽസ് ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി. ഈ ഇൻഫ്ലമേഷനെ അവർക്ക് നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാതെയാണ് നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നെങ്കിൽ വിപരീതമായിരിക്കും ഫലം. അപ്പം ഇങ്ങനെയുള്ളവർക്ക് യോഗ പോലത്തെ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്ട്രെച്ച് കൊടുത്ത് ബ്രെത്ത് വർക്കാണ് ഏറ്റവും ബെനിഫിഷ്യൽ. അപ്പം ഞങ്ങൾ അവരെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറ്റിലൂടെ ബ്രെത്ത് വർക്കിലൂടെ മാത്രമാണ്. അപ്പോൾ അവർക്ക് യാതൊരു രീതിയിലുള്ള എക്സസൈസ് ഇനീഷ്യൽ ഡേയ്സിൽ ഞങ്ങൾ കൊടുക്കുന്നില്ല. യോഗാശ്രമിൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനത്തെ കേസുകളെ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചാൽ, അവർക്ക് നല്ല ചിട്ടയായിട്ടുള്ള രീതിയിൽ കൂടുതലും അനീമിയ വരാത്ത, അയൺ ഡെഫിഷ്യൻസി അനീമിയ ആദ്യം നമ്മൾ ടാക്കിൾ ചെയ്ത് ഗട്ട് അബ്സോർഷനെ ബെറ്ററാക്കി, അതിനുശേഷം കിഴിയും അതുപോലെ തന്നെ സ്റ്റീം ബാത്തൊക്കെ കൊടുത്ത് അവരുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന നീർക്കെട്ടിനെ നമ്മൾ കളഞ്ഞ് പിന്നെയാണ് നമ്മൾ ഒരു യോഗ തെറാപ്പിയിലേക്ക് നമ്മൾ വരുന്നത്. ഈ യോഗ തെറാപ്പി ഡിസൈൻ ഫോർ ദെയർ ഹെൽത്ത് കണ്ടീഷൻ. ആ ലേഡിക്ക് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് 30 minutes ഓഫ് യോഗ തെറാപ്പിയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബ്രെത്ത് വർക്ക് ചെയ്യുമ്പോൾ ഓക്സിജന്റെ അളവ് ശരീരത്തിൽ കൂടുകയും അവർക്ക് ആ പാൻഡിങ് അല്ലെങ്കിൽ ആ കിതപ്പ് എന്ന് പറഞ്ഞ സംഭവം അവർക്ക് മാറുകയും ചെയ്യും. they will be very healthy to do any exercise in 3 months. അപ്പോൾ 3 to 4 months കഴിഞ്ഞ് അവരുടെ പീരീഡ്സ് എല്ലാം കറക്റ്റായി, അവർക്ക് ഹെയർ ഫോൾ ഒക്കെ കുറഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞാൽ പതുക്കെ അവരോട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറയും, വളരെ ലൈറ്റായിട്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട എക്സസൈസിലേക്ക് നമുക്ക് വിടാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കാരണം, നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്തിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഡയറ്റ് പ്ലാൻ നോക്കിയിട്ടും നിങ്ങളുടെ വണ്ണം കുറയാത്തതിൻ്റെ പ്രധാന കാരണം ഫെറിറ്റിൻ ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഇൻഫ്ലമേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഒരു പർട്ടിക്കുലർ വിഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഒരു കേസ് ഹിസ്റ്ററി, അതായത് ഒരു 3-4 മാസത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും കാണാം.